ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ അയർലൻഡിൽ നിന്ന് UK വന്നിട്ടുണ്ട്. UK എക്സ്പ്ലോർ ചെയ്യാൻ ഗൈസ്. ലുക്ക് അറ്റ് ദിസ്, സോ അമേസിംഗ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ അകത്ത് കയറാൻ. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോണിൽ വഴി. എത്രയായെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഓർമ്മയില്ല, അവരെ എടുത്തതുകൊണ്ട് എനിക്ക് വലിയ അറിഞ്ഞൂടാ. പിന്നെ ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങളങ്ങനെ പയ്യെ അകത്തേക്ക് കയറുക കേട്ടോ. അടിപൊളി ഡെക്കറേഷൻ ആട്ടോ ഇതിനകത്തുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു രക്ഷയില്ല, ഒട്ടുക്കത്തെ ക്രൗഡ്. നമുക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ 100 പേര് എൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കും. പിന്നെ കുറേ കടകളും ഷോപ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ കുറേ പൈസ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. കുറേ ഇങ്ങനെ എറിയുന്ന സാധനങ്ങൾ, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പാത്രങ്ങളൊക്കെ തട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പാവ, ഒരു ബനാന, ഒരു വലിയ മുട്ടക്കാട്ടൻ ബനാനയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഷോപ്പ് തപ്പിപ്പോയി ഞങ്ങളൊന്ന് കളിച്ചു, പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് പക്ഷേ ഒരു പാവനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് വെച്ച് കുറേ പിക്സ് കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ ഇതുപോലെ ഇങ്ങനെ കുറേ റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കയറണമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ റീസെൻ്റ്ലി നാട്ടിൽ പോയത് കൊണ്ടും അവിടെ വണ്ടർലയിൽ പോയത് കൊണ്ടും പിന്നെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട് അടിപൊളിയാണ്. ഇത് ഫുള്ള് അടിപൊളിയാട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല രസമാണ്. ഞങ്ങൾ ഏകദേശം ഒരു നൈറ്റ് ആയപ്പോഴാണ് അത്. അപ്പോഴത്തേക്കും നല്ല തിരക്ക് കാര്യങ്ങളായി. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആണല്ലോ, അപ്പം അതിൻ്റെ നല്ല തിരക്ക് കാര്യങ്ങളുണ്ട്. പിറ്റേ ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ ഒട്ടും നമ്മൾ UK-ക്കാരെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻസാണ്. എല്ലായിടത്തും ഇന്ത്യൻസാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലും അറിയാം, ഫുൾ ഇന്ത്യൻസാണ്. നമ്മളെങ്ങോട്ട് നോക്കിയാലും ഇന്ത്യൻസാണ്. ഈ UK എന്നുള്ളവരൊന്നുമില്ല. പിന്നെ വെളിയിൽ നിന്ന് വന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ ഈ വേറെ കൺട്രീസിൽ നിന്നുള്ള ഒത്തിരി പേരും ഉണ്ട് കേട്ടോ. ഭയങ്കര അടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യൻസും പിന്നെ ഇവിടെ നിൽക്കുന്ന ആ സ്റ്റാഫും ഒക്കെ ആയിട്ടാണ്. ഇങ്ങനത്തെ കുറേ തൊപ്പിയുടെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് വെള്ളമോ? ഇവിടെ വേറൊരാളെ ട്രൈ ചെയ്യണുണ്ടോ? ഇതവിടെ കണ്ണാടി ഉണ്ടോ നോക്കുന്നോ? ഇതവിടെ ഉണ്ട് കണ്ണാടി. ഇത് ഇവിടെ കണ്ണാടി ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? മേടിക്കാൻ പോവാണോ? സാഹചര്യം പോലെ മേടിക്കുന്നതായിരിക്കും. I don't think so. It's worth the 25 pounds. 25 pounds worth ആണോ അറിയത്തില്ല. ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ ഗൈസ്, അങ്ങോട്ടല്ല ഗൈസ്, ഇങ്ങോട്ട്. അയ്യോ സോറി ഗൈസ്, എൻ്റെ മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവാണ്. ലണ്ടൻ്റെ പാതയോരങ്ങളിലൂടെ നടക്കുകയാണ് ഗായ്സ് ഞങ്ങൾ. അപ്പോഴാണ് ഞാൻ ആ ഒരു വ്യൂ കണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ദാ ഗ്രീൻ കളർ കണ്ടോ? ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഫോഗൊക്കെ ഉണ്ട്. സോ നമ്മൾ ലണ്ടനിൽ ഇവിടെ നടക്കുക. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. ഇൻ്റർനാഷണൽ ഞങ്ങൾ അയർലൻഡ് വന്നെങ്കിലും ഞങ്ങളുടെ ട്രിപ്പായിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. സോ ഗായ്സ്, ഇവിടെ നമുക്ക് ഫോൺ പിടിച്ച് നടക്കാനൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ സൈക്കിളിലൊക്കെ വന്ന് പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇച്ചിരി വ്ളോഗ് ചെയ്യാനൊക്കെ ഇച്ചിരി റിസ്ക്കിയാണ്. നമ്മൾ പൈസ എടുത്ത് മേടിച്ച ഫോണാണല്ലോ, അപ്പോൾ പിന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ എടുത്ത് മേടിച്ച ഫോണായതുകൊണ്ട് ഇച്ചിരി റിസ്ക്കാണ്. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതാണ് ഞാൻ ഈ പുറകിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്, ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയെന്ന്. സോ നമുക്ക് ലണ്ടൻ വെച്ച് വേണം. ബൈ.
ഇത് നേവിക്കാരുടെ കപ്പലാണ് ഗൈസ്, കണ്ടില്ലേ? മറ്റേ പീരങ്കിയൊക്കെ ബും. നേവിക്കാരുടെ കപ്പലാ? ആ പിന്നെ ആ മിസൈലൊക്കെ എനിക്കറിയാം. ഫൈനലി ഗൈസ് ഞാൻ അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടു. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ലണ്ടൻ ബ്രിഡ്ജ് കാണണമെന്ന്. സോ ഞാനങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് കാണുന്നു. ഓ മൈ ഗാഡ്, ഇറ്റ്സ് നൈസ്, അടിപൊളി. ഞാൻ കണ്ടില്ല, നിങ്ങളെ കൂടി കാണിക്കട്ടെ. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ബൈ ബൈ. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് പിന്നെ കാണാം.